ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ജുവൽ നെക്ക് കുർത്തിയുമായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ വിചിത്ര സിൽസിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. 3 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാം എന്നും ചെയ്യുന്ന പോലെ തന്നെ തുണിയെ 4ആയിട്ട് മടക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അളവുകളെല്ലാം മാർക്ക് ചെയ്യുകയാണ്. 6.5 ഇഞ്ചിൽ ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. താഴേക്ക് 7 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് ഒരു നീളത്തിലൊരു വര കൊടുക്കുക. അവിടുന്ന് നമ്മുടെ ചെസ്റ്റ് 9.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 12 ഇഞ്ചും കൂടെ തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട് മാർക്ക് ചെയ്യുവാണ്. ഇനി നമ്മുടെ ഷെയ്പ്പാണ് മാർക്ക് ചെയ്യുന്നത്. 13.5 ഇഞ്ചിൽ നമ്മുടെ ഷെയ്പ്പ് 13-14, ഞാനിവിടെ 14ആണ് കൊടുക്കുന്നത് കേട്ടോ. 14 ഇഞ്ച് ഷേപ്പിലും 20 ഇഞ്ച് നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗത്തോട്ടും കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മുടെ വിഡ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. 8.5 ഇഞ്ച് വിഡ്ത്തും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗത്തേക്ക് 10 ഇഞ്ച് വിഡ്ത്തും 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 11 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗങ്ങളെല്ലാം യോജിപ്പിച്ച് വരയ്ക്കുകയാണ്. ഇത് നമ്മൾ ആ സ്ലിറ്റിൻ്റെ ഭാഗം എത്തിക്കഴിഞ്ഞിട്ട് അങ്ങോട്ട് താഴേക്ക് നമുക്ക് എത്ര വീച്ചിൽ ഈ ഒരു തുണിക്ക് കിട്ടുമോ അത്രയും രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ആം റൗണ്ട് മാർക്ക് ചെയ്യാനായിട്ട് 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് അടയാളപ്പെടുത്തുകയാണ്. ഇനി നമ്മുടെ ഫ്രണ്ട് ഭാഗം 1/2 ഇഞ്ച് കുഴിച്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതിനായിട്ട് ആ ലൈൻ്റെ പകുതി കണ്ടിട്ട് അവിടുന്ന് 1/2 ഇഞ്ച് നമ്മൾ കുഴിച്ച് മാർക്ക് ചെയ്യുവാണ്. ഇനി എന്താ, നമ്മൾ ഈ മാർക്ക് ചെയ്ത ഭാഗങ്ങളിൽ കൂടി തന്നെ നമുക്ക് കട്ട് ചെയ്ത് പോകണം കേട്ടോ. അപ്പോൾ എന്താ, ഒന്നുകൂടെ ആ ഒരു ലൈനെ കറക്റ്റായിട്ട് വരയ്ക്കുവാണ്. ഇനി നമ്മുടെ ആ ഒരു അറ്റ ഭാഗം എത്തുമ്പോൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി അവിടെ നിന്നൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടൊരു സ്ലോപ്പ് പോലെ വരയ്ക്കുകയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അത് നമുക്കൊരു വൃത്തികേടായിട്ട് തോന്നും. പിന്നെ ഇപ്പോൾ ചിലർ അങ്ങനെ കട്ട് ചെയ്യാറുമില്ല, അതും ഒരു ഭംഗിയാണ്. എന്തായാലും ഞാനിവിടെ അങ്ങനെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തുകൂടെ കട്ട് ചെയ്യുവാണ്. നമ്മുടെ ആ മാർക്ക് ചെയ്ത ഭാഗത്തൂടെ തന്നെ പോകണം കേട്ടോ, അല്ലെങ്കിൽ നമുക്കൊരു തെറ്റിപ്പോവും. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുകയാണ്. ഇത് വിചിത്ര സിൽക്സ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് തെന്നുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ. ഇപ്പം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഇതിൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ മുടങ്ങാതെ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗത്തൂടെ കട്ട് ചെയ്ത് പോവുകയാണ്. മക്കളതിൻ്റെ ഇടയ്ക്ക് നിന്ന് കളിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിതാ ഇവിടെ മാർക്ക് ചെയ്ത പോയിൻ്റ് കണ്ടോ, അവിടെ വരെത്തിയിട്ട് അവിടെ ഒരു സ്ലോപ്പ് പോലെയാണ് കിടക്കുന്നത്. അത് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. നേരത്തെ അത് കറക്റ്റായിട്ട് കണ്ടില്ലായിരുന്നു. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ആ ഒരു തൂങ്ങിക്കിടക്കുന്ന പാർട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള ആ ഒരു കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടാണ്. ബാക്ക് പാർട്ടിൽ നമ്മൾ 3 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് താഴേക്ക് 1.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. 1.5 ഇഞ്ച് കൊടുക്കുന്നത് ഒരു കോളർ ടൈപ്പാണല്ലോ. അപ്പോൾ നമുക്ക് 1.5 ഇഞ്ച് മതിയാവും. അവിടുന്ന് നമ്മൾ പതിവ് പോലെ അതൊരു സ്ക്വയറാക്കി മാറ്റിയിട്ട് വരച്ചെടുക്കണം. പിന്നെ നമുക്ക് ഒരു റൗണ്ടെന്നല്ല, ഒരു കറക്റ്റ് റൗണ്ട് വരാത്തൊരു രീതിയിൽ നമ്മളതിനെ വരച്ച് കട്ട് ചെയ്തെടുക്കണമേ. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗത്തൂടെ തന്നെ കട്ട് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണമേ. അപ്പോൾ നമ്മളതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രണ്ട് പാർട്ടാണ് എടുത്തിട്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആം ഹോളിൻ്റെ അവിടെ. അപ്പോൾ അതാണ് ആദ്യമായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഞാൻ ഇവിടെ നമ്മുടെ പേൾപ്പിന്നൊക്കെ കൊടുത്ത് സെക്യൂർ ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങളും അത് ശ്രദ്ധിക്കണമേ. എന്നിട്ട് നമ്മളിതാ ഇതിൻ്റെ നെക്ക് 3 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്യുവാണ്. താഴേക്ക് ഒരു 5 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. നമുക്കൊരു 5-5.5 വരെ പോകാവേ. അല്ലെങ്കിൽ ഇത് ഒരുപാട് വിഡ്ത്തായി കഴിഞ്ഞാൽ നമുക്കൊരു കംഫർട്ടായിട്ട് തോന്നുന്നില്ല. ഞാനതുകൊണ്ട് 5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള
ഷേപ്പിൽ നമ്മുടെ നെക്ക് മാർക്ക് ചെയ്യാവേ. ഞാനിവിടെ സ്ക്വയർ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ ബാക്ക് നെക്ക് 3 ഇഞ്ചിലാണ്, പക്ഷേ ഫ്രണ്ട് ഈ ഒരു ഇഞ്ച് 4 ഇഞ്ചിലാണ് കേട്ടോ കട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങിലായിട്ട് കിടന്നിട്ടുണ്ട്. നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗവും ലൈനിങ്ങിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്താണ് അടിക്കുന്നത്. ആ ഒരു റൗണ്ട് ഭാഗം നമ്മളിതാ അടിച്ചെടുക്കുവാണ്. നമ്മൾ പിൻ ചെയ്തിട്ടൊക്കെയാണ് അടിക്കുന്നത്. ശ്രദ്ധിച്ച് നമ്മൾ സ്പീഡൊന്നും കൂട്ടണ്ട, സാവകാശം നമ്മൾ തയ്ച്ചെടുത്താൽ മതിയേ. ഇപ്പോൾ നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ആ ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി അത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഒരു 2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മുടെ തയ്യൽ കട്ട് വീഴാതെ കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ഈ ക്ലോത്ത് നന്നായിട്ട് തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഫ്രണ്ട് നെക്കും ഇതാ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇവിടെയും നമ്മൾ നല്ല വശവും ചേർത്ത് അടിക്കുവാണ്. ആ ഒരു ഭാഗമൊക്കെ എത്തുമ്പോൾ നമ്മുടെ ഫൂട്ടർ പൊക്കിയിട്ട് സൂചി കുത്തി നിർത്തി വേണം തിരിച്ചെടുക്കാൻ. അല്ലാണ്ട് ഒരിക്കലും തിരിച്ചെടുക്കരുത്. ചുളുക്ക് വീണ് നമുക്ക് തയ്യലൊന്നും റെഡി ആവത്തില്ല. എപ്പോഴും അത് നമ്മൾ ശ്രദ്ധിക്കണമേ. അങ്ങനെ നമ്മളിത് സാവകാശമാണ് ഇതൊക്കെ അടിച്ചെടുക്കുന്നത്. അത് ശ്രദ്ധിക്കണം. നമ്മുടെ വീഡിയോയിൽ സ്പീഡ് തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ യഥാർത്ഥത്തിൽ വളരെ സാവകാശം തന്നെയാണ് അത് ചെയ്യുന്നത്. അങ്ങനെ അതാ ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ലൈനിങ് ക്ലോത്തൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മുടെ നല്ല ഭാഗത്തുകൂടെ പതിച്ചടിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളാണ്. അതാണ് ഈ സ്പീഡ് കൂട്ടി പറഞ്ഞു പോകുന്നതും എല്ലാവേ. ഇവിടെ നമ്മൾ ചെയ്തതുപോലെ തന്നെ സൂചി കുത്തി തിരിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ആ ലൈനിങ് പോർഷൻ വെളിയിൽ വരാത്ത രീതിയിൽ ആ ഒരു രീതി മാത്രം നമ്മളൊന്ന് തുണിയെ പിടിച്ച് റെഡിയാക്കണം. അല്ലാണ്ട് ഒരിക്കലും വലിച്ചു പിടിച്ച് തയ്ക്കാൻ നോക്കരുത്. അപ്പോഴും നമ്മുടെ തുണിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഭംഗിയോ ഷേപ്പോ വരില്ല. ഇങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ ആ ഒരു നെക്ക് ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു നെറ്റാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ആ മെയിൻ ക്ലോത്ത് മാത്രം വെക്കാമായിരുന്നു. പക്ഷേ അപ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് നെക്കാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അത് വരില്ല. അതുകൊണ്ട് ഞാൻ നെറ്റാണ് ഉപയോഗിക്കുന്നത്. ആ നെറ്റ് നമ്മുടെ ക്ലോത്തിൻ്റെ അടിഭാഗത്തായിട്ട് വെച്ചിട്ട് അടിച്ചെടുക്കുവാണ്. അപ്പോൾ അത് അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയാണ് ഇതിൻ്റെ നെക്ക് മാർക്ക് ചെയ്യുന്നത്. കറക്റ്റായിട്ട് ഇപ്പോഴാണ് നമ്മളതിൻ്റെ നെക്ക് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. 3 ഇഞ്ച് വിഡ്ത്ത് എടുത്തിട്ട് ഒരു 2.5 ഇഞ്ച് ലെങ്തിലുമാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ റൗണ്ട് ഷേപ്പാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾ ഓർക്കണം, നേരത്തെ ബാക്ക് നെക്കിന് നമ്മൾ 1.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇവിടെ ഫ്രണ്ട് നെക്കിൽ 2.5 ഇഞ്ചുമാണ് കൊടുക്കുന്നത്. എന്നിട്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ അത് കട്ട് ചെയ്ത് മാറ്റുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ നെക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. നമ്മൾ പിൻ ചെയ്തൊക്കെയാണ് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് നമ്മളതൊക്കെ മാറ്റിയിട്ട് വേണം തുറക്കാൻ. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നെക്ക്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 1.5 ഇഞ്ച് ലെങ്ത് മാത്രമേ ബാക്ക് നെക്കിനുണ്ടായിരുന്നുള്ളെന്ന്. അപ്പോൾ ഞാൻ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഷോൾഡർ തമ്മിൽ കൂട്ടി അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മുടെ നെക്കിൻ്റെ ഇറക്കം കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ തലയിൽ കൂടെ അത് കയറില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബാക്കിലൊരു നമ്മളൊരു ഐയും ഹുക്കും പിടിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു 4 ഇഞ്ചോ 3.5 ഇഞ്ചോ ലെങ്തിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ക്ലോത്ത് നന്നായിട്ടെല്ലാം പിടിച്ച് വെച്ചിട്ട് വേണം കേട്ടോ മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വിടുവാണ്. ആ ഒരു മാർക്ക് ചെയ്ത ഭാഗം അത്രയും 3.5-ഓ 4-ഓ നിങ്ങളുടെ തല കയറിപ്പോകാൻ പാകത്തിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിവിടെ 3.5 ഇഞ്ചിലാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഫ്രോക്കിനൊക്കെ വെക്കത്തില്ലേ, അതുപോലെ ഒരു പീസ് തുണി 4 വശവും അടിച്ച് എടുത്തിട്ടുണ്ട്. ഒരു സ്ക്വയർ പോലെയൊക്കെ ഇരിക്കുന്നതാണ്. അത് നമ്മൾ ക്ലോത്തിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് മറിച്ചെടുക്കണം. അവിടെ നമ്മൾ പിന്നൊക്കെ ചെയ്ത് വേണം ചെയ്യേണ്ടത്.
അങ്ങനെ അതാ ചെയ്തുകൊണ്ടിരിക്കുവാണേ. അത് നമ്മൾ നല്ല ശ്രദ്ധിച്ച് വേണം ചെയ്യേണ്ടത്. നമ്മൾ ആ ഒരു എത്രയാണോ മെയിൻ ക്ലോത്തിൽ കൊടുത്തത് ആ ഒരു ലെങ്ത് എത്രയാണെന്ന് വെച്ചാൽ ആ ക്ലോത്തിൽ മാർക്ക് ചെയ്യണം. അതും നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ദാ സ്ലീവാണ് അറ്റാച്ച് ചെയ്യുന്നത്. നല്ല വശവും ചേർത്ത് സെൻറ്റർ ഭാഗത്തു നിന്നാണ് നമ്മൾ ആദ്യമേ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. എപ്പോഴും 2 സ്റ്റിച്ച് വീതം കൊടുക്കണമേ. നമ്മൾ വലിച്ചു പിടിക്കാതെ 2 സ്റ്റിച്ച് വീതം ചെയ്തെടുക്കുന്നുണ്ട്. 2 സ്ലീവും അതുപോലെ അറ്റാച്ച് ചെയ്തിട്ട് ഞാൻ ദാ സ്ലീവിൻ്റെ രണ്ടിൻ്റെയും അറ്റഭാഗം ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കി, പിന്നെ ഒരു 1/2 ഇഞ്ച് മടക്കി, മൊത്തം 1 ഇഞ്ച് മടക്കിയിട്ട് നമ്മളിത് അടിച്ചെടുക്കുവാണ്. എപ്പോഴും എല്ലാത്തിലും നമ്മൾ 2 തയ്യൽ വീതം കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. എന്നാലും നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടല്ലോ, അപ്പോൾ നമ്മൾ അവരെ കൂടെ ഒന്ന് ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് സ്റ്റിച്ച് വീതം കൊടുക്കണം. ഇപ്പം നമ്മുടെ ഭാഗമെല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ, അത് നിങ്ങൾക്കറിയാമല്ലോ, അതുകൊണ്ടാണ് കാണിക്കാൻ. നമ്മുടെ ക്ലോത്തിൻ്റെ നെക്കിൻ്റെ ഭാഗമൊക്കെ ഇപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ലുക്ക് വരുന്നത്. ഇനി നമ്മൾ ഇതിന് കുറച്ച് വർക്ക് ചെയ്യണം. എല്ലാവരും ഹാൻഡ് വർക്കാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഹാൻഡ് വർക്കും കുറച്ച് ലേസും കൂടെ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇതിങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെയാണ് നമ്മൾ വർക്ക് ചെയ്തിനി എടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഞാൻ കുറച്ച് സ്റ്റോൺ വർക്കൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ലേസും വെച്ചതാ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൈക്കും കൊടുക്കാം കേട്ടോ. ഞാൻ കൈക്ക് വെച്ചിട്ടില്ല. നമ്മുടെ ബാക്ക് വശം ദാ ഇങ്ങനെയാണ് വരുന്നത്, ആ ഒരു ഐയും ഹുക്കും ഒക്കെ വെച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കേ.